വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമ്മളൊരു ഹാൻഡ് മെയ്ഡ് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഒരിക്കലും ഇത് തേച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ അലോവേര ഇത്രയും പോകുന്ന ഒരു തണ്ട് എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയാണ് ഇത്. തേങ്ങ ഞാൻ ഒരു മുറി ചിരവി വെച്ചതാണ് കേട്ടോ ഒരു പ്ലേറ്റിൽ. പിന്നെ നമ്മളിത് സോപ്പ് ബേസാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഇത് ഇനി നമ്മൾ ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ ആദ്യം സോപ്പ് ബേസ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 സോപ്പ് ഉണ്ടാക്കാനുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കി എങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് ചൂടാകാൻ വെച്ചതാണ് കേട്ടോ. ഇനി നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സോപ്പ് ബേസ്. അപ്പോൾ അതായത് പോലെ അലോവേരയുടെ തണ്ട് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മിക്സിയിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുക. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു രീതിയിൽ എടുക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് സ്കിന്നൊക്കെ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു സോപ്പ്. മാത്രമല്ല ഇത് സെയിൽ ചെയ്യാനും നല്ലതാണ്. ഞാൻ പിന്നെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് സോപ്പ് വളരെ എളുപ്പത്തിൽ വെറൈറ്റി സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ അലോവേര ജെൽ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ തേങ്ങ ഉണ്ടല്ലോ, അരമുറി തേങ്ങ ചിരവി വെച്ചതാണ്. ഇത് നമ്മൾ തോരന് വേണ്ടി എന്തിനേലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ ചിരവില്ലേ, അങ്ങനെയാണ് കേട്ടോ. അത് ഞാൻ വേസ്റ്റ് ആക്കാറില്ല. ഇത് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. ഇതിന് കൃത്യമായിട്ട് അളവൊന്നും അങ്ങനെ നോക്കിയിട്ടല്ല എടുക്കുന്നത്. ഇതുപോലെ ഒരു അരിപ്പ താഴെ പിടിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. എത്ര ഡ്രൈ സ്കിന്നുള്ളവർക്കും ഇത് ഇഷ്ടമാവും, ഇത് നല്ല മാച്ചാവും കേട്ടോ. ഇത് ഞാൻ പല രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലും അതുപോലെ തന്നെ 1-2 ഇൻഗ്രീഡിയൻസും കൂടെ നമ്മളിതിൽ വളരെ നല്ല എഫക്റ്റ് കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് തോരനൊക്കെ വേണമെങ്കിൽ എടുക്കുക. ഇനി ഞാനിവിടെ അരിപ്പൊടിയാണ്, ഇത് ഞാൻ ഒട്ടും തരിയില്ലാത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 2 സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. പലരും പറയുന്നുണ്ടായിരുന്നു സോപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ചിങ്ങനെ വഴുവഴുപ്പായി പോകുന്നതെന്ന്. അപ്പോൾ ഇനി റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വഴുവഴുപ്പ് ഇല്ലാതിരിക്കാനും കൂടി വേണ്ടിയാണ് കേട്ടോ അരിപ്പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. റോസ് വാട്ടർ അളന്നെടുക്കണമെങ്കിൽ 1 സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ ഒരു ചെറിയൊരു മണത്തിനും പിന്നെ വളരെ നല്ലതാണ്, സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ റോസ് വാട്ടർ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്തൊന്നും നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ അലോവേര ജെല്ലിൽ തന്നെ ആയിരിക്കണം നമ്മളിതിൽ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് 2 മാസം 3 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. സോപ്പ് ബേസിന് പകരം നമ്മൾ പിയേഴ്സ് സോപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ ഓൾമോസ്റ്റ് ഇങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ചേരരുത്, അതുകൊണ്ടാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത് കേട്ടോ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ സോപ്പ് ബേസ് അല്ലെങ്കിൽ പിയേഴ്സ് സോപ്പ് മുറിച്ച് ഒരു പാത്രത്തിൽ മുറിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അതിൽ വേറെ ഒന്നും തന്നെ ഇല്ല, ഗ്ലിസറിൻ സോപ്പ് ബേസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ 1-2 ചെറിയ കട്ടകളും കൂടെ മെൽറ്റ് ആവാനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് സെയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതായത് അലോവേരയും അരിപ്പൊടിയും അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഈ കൂട്ട് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ പെട്ടെന്ന് യോജിച്ച് വരണം. അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഹാർഡായിട്ടിരിക്കും സാധാരണ സോപ്പ് പോലെ. അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ചിങ്ങനെ ടൈറ്റ് ആവാതിരിക്കണം എന്നുള്ള ആ പരാതി ഇതിൽ തീരും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് 1 സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ, സാധാരണ വെളിച്ചെണ്ണയാണ്. ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. മണത്തിനായിട്ട് ഇനി എന്തെങ്കിലും വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എസെൻഷ്യൽ ഓയിലൊക്കെ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സോപ്പ് ബേസ് നല്ലോണം ആയിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അപ്പോൾ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ
ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം. ഇത് പല ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ 2 എണ്ണത്തിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അടിപൊളി സോപ്പാണ് കേട്ടോ. കണ്ടാൽ പറയില്ല നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടുണ്ടെന്നുള്ളത്. ഇതെല്ലാം നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നോക്ക്. ഇതിപ്പോൾ ഈ 2 ട്രെയിൽ ഒഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതുപോലെ ചെറിയ ഇങ്ങനെ പത പോലെ ഫോം ആവരുത് കേട്ടോ. അതാവാതെ നോക്കണേ. അപ്പോൾ അതാ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് നല്ലോണം ആയി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയുള്ള സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒഴിച്ചതിൻ്റെ ആ അറ്റത്ത് കണ്ടില്ലേ ഒരു വൈറ്റ് കളർ, അത് ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടാണ് കേട്ടോ. അധികം പത ഉണ്ടാവരുത്. സെയിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഈ മേലിൽ കണ്ടില്ലേ ഈ പതയില്ലാതെ വേണം നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നേരിട്ടിട്ട് അലോവേര ജെല്ല് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ അതിൻ്റെ എസെൻഷ്യൽ ഓയിൽ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരുപാട് അലോവേര ജെല്ല് എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ നന്നായിട്ട് കാച്ചിയെടുക്കണം. അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ സോപ്പ് വാഷ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് ബാത്റൂമിൽ കൊണ്ടുവച്ചാൽ മതി. നമ്മളെല്ലാവരും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഹോം മെയ്ഡ് സോപ്പ്. അപ്പോൾ ഇത് നല്ല പതയും ഉണ്ടാവും. നമ്മളുടെ കൈയൊന്നും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കില്ല. നമ്മളെപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മളെ കൈ ഇങ്ങനെ ഡ്രൈ ആയിരിക്കില്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഈ ഒരു സോപ്പ് തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ഇത് നമ്മളിങ്ങനെ തേച്ച് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും കൈയൊന്നും ഒട്ടും ഡ്രൈ ആവില്ല. നമ്മളിതിൽ വെളിച്ചെണ്ണയും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമാണെങ്കിൽ മുഖത്തും തേക്കാവുന്നതാണ്. പക്ഷെ ഞാനൊരിക്കലും മുഖത്ത് തേക്കാൻ പറ്റില്ല. ഫേസ് പാക്കൊക്കെ തേക്കുന്നവർ അതൊക്കെ തന്നെ തേക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ കൈയിൻ്റെ നഖത്തൊക്കെ അന്ന് നമ്മൾ ഹെന്ന ഇട്ടതിൻ്റെ കറയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. വളരെ നല്ല റിസൾട്ടാണ് കേട്ടോ.